വാർത്തകൾ തുടരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറിയും മുൻ സൈനികനുമായ പി സോമരാജൻ ദേശീയ പതാക ഉയർത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ഷിബു ABS അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറിയും മുൻ സൈനികനുമായ പി സോമരാജൻ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിന സന്ദേശം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് VK മധു നൽകി. ഇന്ന് നാം നമ്മുടെ രാജ്യത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യദിനം അഭിമാനപൂർവ്വം ആഘോഷിക്കുകയാണ്. അനേകം ദേശസ്നേഹികളും സ്വാതന്ത്ര്യസമര സേനാനികളുടെയും ത്യാഗത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഫലമാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിച്ചത്. അവരുടെ മഹത്തായ സേവനങ്ങളെ ഈ ദിനത്തിൽ നാം കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. സ്വാതന്ത്ര്യം എന്നും വെറും രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല, അത് ഉത്തരവാദിത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമാണ്. രാജ്യത്തിൻ്റെ പുരോഗതിക്കും സമാധാനത്തിനും ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനും ഓരോ പൗരനും തൻ്റെ പങ്ക് നിർവഹിക്കേണ്ടതാണ്. ജാതി, മത, ഭാഷ എന്ന വ്യത്യാസങ്ങൾ മറന്ന് ഇന്ത്യൻ എന്ന ഒരൊറ്റ തിരിച്ചറിയൽ നാം ഒന്നിച്ചു നിൽക്കണം. യുവ കവയത്രി മായ വാസുദേവ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിഠളദാസ്, അബൂജനത, സലീം അപ്സര, സജു മറിയം, ആരിഫ് അനൂസ്, നാഗൻ രാജാസ്, SK സുബൈർ, പ്രദീപ് കുമാർ, ദേവസി, പ്രവീൺ കുമാർ, നവാസ്, സക്കീർ ഹുസൈൻ, നാദിർ ഷാ, കൃഷ്ണകുമാർ, രാംദാസ്, ബിനിൽ, കൃഷ്ണകുമാർ ചിലങ്ക, മുരളീധരൻ, സന്തോഷ് കിണി, ജലീൽ, കുഞ്ഞുമോൻ, ഫൈസൽ ടിയാറ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടേറിയറ്റ് അംഗം SK നസീർ നന്ദിയും പറഞ്ഞു. തുടർന്ന് മധുര വിതരണവും നടത്തി. CDNet ന്യൂസ്, കായംകുളം. മുതുകുളം ഗാന്ധി ഭവനിൽ ആദ്യ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. വിപുലമായ പരിപാടികളോടെയായിരുന്നു ആഘോഷം. പത്തനാപുരം ഗാന്ധി ഭവന്റെ ശാഖയായ മുതുകുളം ഗാന്ധി ഭവനിൽ അന്തേവാസികളുടെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായാണ് സംഘടിപ്പിച്ചത്. ഗാന്ധി ഭവൻ ഡയറക്ടർ മുഹമ്മദ് ഷമീർ അധ്യക്ഷത വഹിച്ചു. കനകക്കുന്ന് പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് ഭദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യം 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഞാൻ ആദ്യമേ തന്നെ ഇതിൻ്റെ നടത്തിക്കാർ അല്ലെങ്കിൽ അറിയിക്കുകയാണ്. ഇതിൻ്റെ ഗാന്ധിഭവൻ്റെ കാലത്തിൻ്റെ ആദ്യ സംരംഭമായ ചെറുതല, എൻ്റെ സ്വന്തമായ ചെറുതലയിലും ഈ സംരംഭമുണ്ട്. ഞാൻ പല ഘട്ടങ്ങളിലും അവിടെ പല കാര്യങ്ങൾക്കും വേണ്ടി ആ ഗാന്ധിഭവനോട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മയാണ് എനിക്കിവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് തോന്നുന്നത്. തുടർന്ന് ദേശീയ പതാക ഉയർത്തി. ഗാന്ധിഭവൻ കുടുംബാംഗങ്ങൾ ദേശീയ പതാകയുടെ നിറത്തിലുള്ള തൊപ്പികൾ ധരിച്ച് ദേശീയഗാനം ആലപിച്ച് പതാക ഉയർത്തി. സിവിൽ പോലീസ് ഓഫീസർ ഹാരിസ്, ഗാന്ധിഭവന് സ്ഥലം ദാനമായി നൽകിയ സുരേന്ദ്രൻ, സുരേന്ദ്രൻ, ബെനില സതീഷ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ചെറുതന ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചെറുതന ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു GS, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പുഷ്പൻ കണ്ണമ്പള്ളി, ഗ്രാമപഞ്ചായത്ത് അംഗം D സുജാത എന്നിവർ പങ്കെടുത്തു. ഡോക്ടർ സുനിത, അജിത്ത്, ഹരിത എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അന്തേവാസികളെ പരിശോധിച്ചു. ആവശ്യമായ മരുന്നുകളും നൽകി. CDNet ന്യൂസ്, കായംകുളം. കായംകുളം ഈസ്റ്റ് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. മുരുക്കുമൂട് ജംഗ്ഷനിൽ പ്രസിഡന്റ് സലീം മുരുക്കുമൂട് ദേശീയ പതാക ഉയർത്തി. കായംകുളം ഈസ്റ്റ് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മുരുക്കുമൂട് ജംഗ്ഷനിൽ പ്രസിഡന്റ് സലിം മുരുക്കുമൂട് ദേശീയ പതാക ഉയർത്തി. കണ്ണൂരിൽ ജംഗ്ഷനിൽ സെക്രട്ടറി ബിനു പാലസ് പതാക ഉയർത്തി. അബ്ദുൾ ഹക്ക്, ചിന്താരാജൻ, മുഹമ്മദ് ഹുസൈൻ നെടുമ്പള്ളിൽ, മനോജ്, സുരേന്ദ്രൻ, അബ്ദുൾ സലാം കളത്തിൽ, അഫ്താബ്, പ്രഭാ വിശ്വനാഥൻ, ഷീല ശിവൻകുട്ടി, ബിൽജി പ്രമോദ്, മിനി തോമസ്, അമ്പിളി സതീശൻ, ശോഭന രാജേന്ദ്രൻ, കമലമ്മ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുന്നു. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. വന്ദേ മാതരം. സുജലാം സുഫലാം മലയജശീതളാം സസ്യശ്യാമലാം മാതരം. വന്ദേ മാതരം. CDNet ന്യൂസ്, കായംകുളം.
വള്ളികുന്നം അമൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത എസ് പതാക ഉയർത്തി. വള്ളികുന്നം അമൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത എസ് പതാക ഉയർത്തി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിന്ധു MS റിപ്പോർട്ട് സ്വീകരിച്ചു. സുബേദാർ ഓണററി ക്യാപ്റ്റൻ ഉമേഷ് കുമാർ വി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ, PTA പ്രസിഡന്റ് തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു. NSS, NCC, SPC, JRC, റേഞ്ചേഴ്സ് ആൻഡ് റോവേഴ്സ് തുടങ്ങിയ യൂണിറ്റുകളുടെ പരേഡ് നടന്നു. കുട്ടികളുടെ എയ്റോബിക്സോടുകൂടി പരിപാടി അവസാനിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇരമത്തൂർ തൂലിക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും മാന്നാർ പഞ്ചായത്ത് 19ാം വാർഡിന്റെയും സംയുക്ത നേതൃത്വത്തിൽ വിരമിച്ച സൈനികരെ ആദരിച്ചു. മാന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി മാന്നാർ ഇരമത്തൂർ തൂലിക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും മാന്നാർ ഗ്രാമപഞ്ചായത്ത് 19ാം വാർഡിന്റെയും സംയുക്ത നേതൃത്വത്തിൽ വിരമിച്ച സൈനികരെ ആദരിച്ചു. പൊതുവൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ വിവിധ സേനകളിൽ നിന്നായി വിരമിച്ച 25ഓളം സൈനികരെയാണ് ആദരിച്ചത്. വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ PA ലത അധ്യക്ഷത വഹിച്ച യോഗം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. 80 വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ടാകുമ്പോഴും നമ്മുടെ നാടിന്റെ കാതലായ കാഴ്ചപ്പാട്, നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തരമായ കാഴ്ചപ്പാട് അറിഞ്ഞും അറിയാതെയുമൊക്കെ പല മേഖലകളിലും ചോർന്നു പോകുന്ന, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവം എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ബോധപൂർവമാണെന്ന് പറയുന്നത് കൊണ്ട് തെറ്റുമില്ലാത്ത ഇടപെടൽ നടക്കുന്ന ഘട്ടത്തിൽ ഇതുപോലെയുള്ള ഒത്തുചേരലും സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ സംബന്ധിച്ചുമൊക്കെ നാം പഠിച്ചു പോവുകയും അത് ഓർത്തു പോവുകയും ചെയ്യേണ്ടതാണ്. മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഹിംസാ മാർഗത്തിൽ കൂടിയുള്ള സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ചാണ് ഞാനും നിങ്ങളുമെല്ലാം ഏറെക്കുറെ മനസ്സിലാക്കിയിരിക്കുന്നതും വിശ്വസിക്കുന്നതും. അത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം, അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല. എന്നാൽ അത് മാത്രമല്ല എന്നുള്ളതും കൂടി നാം ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഡോക്ടർ പ്രകാശ് കൈമൾ മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യാകാശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഗവേഷണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അനിൽ മേനൻ എന്ന് പറയുന്ന മലയാളി അമേരിക്കൻ സോയൂസ് 29 കൂടെയാണ് അദ്ദേഹം അവിടെ എത്തിയത്. എന്തുകൊണ്ടാണ് ഒരു ഭാരതീയനെ മറ്റ് രാജ്യങ്ങളെ ബഹുമാനിക്കുന്നത്? ഭാരതീയനെ മാറ്റി നിർത്താനാവുന്ന ഒരു സാഹചര്യമല്ല ആധുനിക കാലം. ഇപ്പോ അമേരിക്ക മറ്റ് രാജ്യത്തെ ആക്രമിക്കുന്ന സമയത്ത് പോലും ട്രംപിന് പോലും ഭാരതത്തിന്റെ സംവിധാനവുമായിട്ട് വളരെയധികം കെട്ടുറപ്പോടുകൂടി പ്രവർത്തിച്ചാലേ പറ്റൂ എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഭാരതമെന്നും അഖണ്ഡമായി നിലനിൽക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇതിനുവേണ്ടി നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളെ സംരക്ഷിക്കുന്ന ആ വലിയ സേനയും, 3 സേനയും, കരസേനയും വായുസേനയും നാവികസേനയുമുള്ള ബലം, ഏറ്റവും ബലമുള്ള ഒരു സേനാ ബലമാണ് ഭാരതത്തിലുള്ളത്. പൊതുവൂർ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, ഇരമത്തൂർ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് റഷീദ് മേടയിൽ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും റിട്ടയർഡ് സൈനികനുമായ കല്യാണകൃഷ്ണൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാലസുന്ദര പണിക്കർ, ചോരാത്ത വീട് പദ്ധതി ചെയർമാൻ KA കരീം, തൂലിക ക്ലബ് പ്രസിഡന്റ് സുബിൻ സന്തോഷ്, സെക്രട്ടറി വൈശാഖ് വിക്രമൻ, ADS പ്രസിഡന്റ് അനിത, അംഗങ്ങളായ ലൈല, ഉഷ, രമ, സുജ, ഹരിതകർമ്മ സേനാംഗം ഉഷ, CDS മെമ്പർ ശ്യാമള, റിട്ടയർഡ് അംഗൻവാടി അധ്യാപിക കുമാരി, അംഗൻവാടി അധ്യാപിക സൗദ BV എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് ശേഷം കുട്ടികളുടെ സൈക്കിൾ റാലിയും മധുര വിതരണവും നടന്നു. CDNet ന്യൂസ് മാന്നാർ. ചാരുമൂട് പറയംകുളം സെന്റ് ജോസഫ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. നൂറനാട് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ AP ഷിഹാബ് ദേശീയ പതാക ഉയർത്തി. ചാരുമൂട് പറയംകുളം സെന്റ് ജോസഫ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. നൂറനാട് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ IP ഷിഹാബ് ദേശീയ പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഇന്ന് 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ നാമെല്ലാം അതിൻ്റെ ആഹ്ലാദ തിമിർപ്പിലാണ്. വൈദേശിക ആധിപത്യത്തിൻ്റെ കരാളാവസ്ഥയിൽ നിന്നും ഇന്ന് നാം കാണുന്ന ഈ സ്വാതന്ത്ര്യം നേടിത്തന്നതിന് ഒട്ടനവധി അറിയപ്പെടുന്നതും അറിയപ്പെടാത്തവരുമായ ധാരാളം പേരുടെ സഹനങ്ങളുടെ, ജീവത്യാഗങ്ങളുടെ
കണ്ണീരിൻ്റെ, ജീവൻ്റെ വിലയുള്ള സ്വാതന്ത്ര്യമാണ് നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിറന്നു വീണ മണ്ണിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാനുള്ള സാഹചര്യം വിലക്കപ്പെട്ട് അഭിപ്രായങ്ങൾ തുറന്നു പറയുവാനും അഭിമതം രേഖപ്പെടുത്തുവാനുമുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട വൈദേശികാധിപത്യത്തിന്റെ കീഴിൽ നിന്ന ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സഹനത്തിന്റെ ഒരു ചരിത്രമാണ് ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ഓർമ്മിക്കപ്പെടുന്നത്. PTA പ്രസിഡന്റ് വിനീത് വിജയൻ അധ്യക്ഷനായി. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് നിയാസ് മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ ഡോക്ടർ SR സൗമ്യ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഡോക്ടർ SR സൗമ്യ, ഫാക്കൽറ്റി രാജ, വിദ്യാർത്ഥി പ്രതിനിധി അഷ്ടമി, എക്സൈസ് ഉദ്യോഗസ്ഥരായ ജെ റഫീഖ്, തസ്നി കലാം തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ഹൗസുകളുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന പരേഡും കായിക പ്രകടനവും നടന്നു. കായംകുളം ചേരാവള്ളി LP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. വാർഡ് കൗൺസിലർ S. കേശുനാഥ് ദേശീയ പതാക ഉയർത്തി. കായംകുളം ചേരാവള്ളി LP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ S. കേശുനാഥ് ദേശീയ പതാക ഉയർത്തി. കേവലം ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് മതേതര ജനാധിപത്യവും നമ്മുടെ ഫെഡറലിസവും ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ട പോലെ തന്നെ നമ്മുടെ സാമൂഹികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ അസമത്വങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അതിൻ്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മുടെ ഈ ജനാധിപത്യ പരമാധികാര ഫെഡറൽ സ്റ്റേറ്റ് എന്ന നിലയിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകേണ്ടത്. കഴിഞ്ഞ 8-ാം തീയതി, ഈ ആഗസ്റ്റ് മാസം 8-ാം തീയതി ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ പ്രസംഗിച്ച ജാർഖണ്ഡിലെ മൈതാനിയിൽ ശുദ്ധികലശം നടത്തുന്ന രൂപത്തിലേക്ക് ഇന്ത്യയുടെ മതേതര വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന ജാതീയമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തെ മതേതര സങ്കല്പങ്ങളെ വ്രണപ്പെടുത്തുന്നതാണ്. അത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ അന്തസ്സിനെയും യശസ്സിനെയും കളങ്കപ്പെടുത്തുന്നതായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. മാനേജ്മെന്റ് പ്രതിനിധികളായ വിജയകുമാരൻ നായർ, ചന്ദ്രശേഖരൻ നായർ, തങ്കമണിയമ്മ, ഹെഡ്മിസ്ട്രസ് രമ, അധ്യാപികമാരായ മായ, സുമി, വിജി, PTA വൈസ് പ്രസിഡന്റ് റഷീദ, മാതൃസംഗമം പ്രസിഡന്റ് രമ്യ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഹെഡ്മിസ്ട്രസ് രമ കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. മിഠായി വിതരണവും കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. CDNet ന്യൂസ്, കായംകുളം. പുതിയവിള മല്ലിക്കാട്ട് കടവ് ശ്രീനാരായണ യൂത്ത് മൊമെന്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. പ്രസിഡന്റ് സനൽകുമാർ ദേശീയ പതാക ഉയർത്തി. പുതിയവിള മല്ലിക്കാട്ട് കടവ് ശ്രീനാരായണ യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. പ്രസിഡന്റ് സനൽകുമാർ ദേശീയ പതാക ഉയർത്തി. സിനി രത്നൻ, ദീപാലക്ഷ്മി, രഞ്ജിനി, സുഗതമ്മ, അങ്കിത, അതുല്യ, അമല, ബിജു തുടങ്ങിയവർ സംസാരിച്ചു. 80ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ ശ്രീനാരായണ യൂത്ത് മൂവ്മെന്റ് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി ധീരരക്തസാക്ഷിത്വം വഹിച്ച നമ്മുടെ എല്ലാ മഹാത്മാക്കളുടെയും മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കുമെതിരെ ദൃഢപ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. CDNet ന്യൂസ്, കായംകുളം. പുല്ലുകുളങ്ങര സർവീസ് സഹകരണ ബാങ്കിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് ഉണ്ണി ജെ വാര്യത്ത് ദേശീയ പതാക ഉയർത്തി. പുല്ലുകുളങ്ങര സർവീസ് സഹകരണ ബാങ്കിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് ജെ ഉണ്ണി വാര്യത്ത് ദേശീയ പതാക ഉയർത്തി. ഹാലിദ്, അജിത്ത്, സെക്രട്ടറി സുഭാഷ്, പ്രിയ പി, സുധീർ, രാഹുൽ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം. കായംകുളം കല്ലുമൂട് മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ലീഡറും വാർഡ് കൗൺസിലറുമായ S. കേശുനാഥ് പതാക ഉയർത്തി. കായംകുളം കല്ലുമൂട് മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. മൈത്രി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സുരേന്ദ്രൻ കണിമംഗലം അധ്യക്ഷനായി. കായംകുളം നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ലീഡറും വാർഡ് കൗൺസിലറുമായ S. കേശുനാഥ് പതാക ഉയർത്തി. എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഒന്നിച്ച് അണിചേരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്.
സ്വാതന്ത്ര്യമെന്നാൽ അത് രാജ്യത്തിലെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾക്ക് കൂടി അത് പ്രാപ്യമാകുമ്പോഴാണ് അത് പൂർണ്ണതയിലേക്ക് എത്തുന്നത് എന്ന് നമുക്കറിയാം. കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടുള്ള മല്ലികാർജുന ഖാർഗെ ആഗസ്റ്റ് മാസം 8-ാം തീയതി രാമലീല മൈതാനത്ത് പ്രസംഗിച്ച ആ സ്ഥലത്ത് ശുദ്ധികലശം നടത്തുന്ന രൂപത്തിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സങ്കല്പങ്ങൾ അതപ്പതിക്കുന്ന രൂപത്തിലേക്ക് വരുമ്പോൾ അത് രാജ്യത്ത് എന്താണ് അത് ആ സന്ദേശം എന്താണ് നൽകുന്നത് എന്ന് പോലും ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ ഓഗസ്റ്റ് മാസം പോലും നമ്മളെ ഉജ്ജിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ രാജ്യത്ത് ഇന്ന് വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും കർഷകരുടെയും എല്ലാം പ്രക്ഷോഭങ്ങൾ നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ഭാഗമാണ്. അങ്ങനെയുള്ള ആ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം കൂടി എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമെന്ന സങ്കല്പം കൂടി പൂർത്തീകരിക്കുമ്പോഴേ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അർത്ഥമാവുകയുള്ളൂ. നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ കൊച്ചു കേരളത്തിൽ ഇവിടെ എല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു സാഹചര്യമുണ്ട്. ഇവിടെ അത്തരത്തിൽ നമുക്ക് ഒരു ഭിന്നമായ സങ്കല്പങ്ങളില്ല. അങ്ങനെയുള്ള ഒരു സങ്കല്പത്തിലേക്ക് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും വരുമ്പോൾ അങ്ങനെ എത്തുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സ്വാതന്ത്ര്യ സങ്കല്പങ്ങൾ പൂർണ്ണമാകുള്ളൂ. ജയറാം, സുരേഷ് സായികൃപ, ജയൻ, ഓമന വാൾട്ടർ, ഗോപാലകൃഷ്ണൻ, ഉദയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം. പത്തിയൂർ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. മുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് N. രാജശേഖരൻ പിള്ള പതാക ഉയർത്തി. പത്തിയൂർ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. ചെറുക്കുളങ്ങരയിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൽ പതാക ഉയർത്തി പ്രതിജ്ഞ ചൊല്ലി. പത്തിയൂർ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിശാഖ പത്തിയൂർ അധ്യക്ഷത വഹിച്ചു. മുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് N. രാജശേഖരപിള്ള പതാക ഉയർത്തി. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാനുണ്ടായ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മുമ്പുണ്ടായിരുന്നവർ അനുഭവിച്ചിട്ടുള്ള തിക്തഫലങ്ങൾ അതൊക്കെ നമുക്ക് ഓർമ്മയിൽ പോലും നമുക്ക് പറ്റുന്നില്ല. കാരണം നമ്മളെക്കാളും മുതിർന്നവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ ആ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ വിവരിക്കാൻ പറ്റത്തുള്ളൂ. അന്ന് മഹാത്മാഗാന്ധിജി അടക്കമുള്ള സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള നേതാക്കന്മാർ ശ്രമിച്ചതിന്റെ ഫലമാണ് ഇന്ന് രാജ്യത്ത് നമുക്ക് സ്വാതന്ത്ര്യമായി നടക്കുവാനുള്ള അവസരം കിട്ടിയത്. നമ്മുടെ ഓരോ പൗരനും ഇന്ന് കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് ബ്രിട്ടീഷുകാരന്റെ അടിമകളായി നമ്മൾ ജീവിച്ച ആ കാലഘട്ടത്തെപ്പറ്റി ചിന്തിച്ചാൽ നമുക്ക് ഇന്ന് ഈ ലഭിക്കുന്ന ഈ സ്വാതന്ത്ര്യം അത് നേടിത്തന്ന നമ്മുടെ മുൻ തലമുറയിലുള്ള നേതാക്കന്മാരുടെ അവരനുഭവിച്ചിട്ടുള്ള തിക്തഫലത്തിന്റെ ഭാഗമായിട്ടാണ്. തസ്മി തങ്കച്ചി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. DCC മെമ്പർ ബെന്നി പത്തിയൂർ, INTUC സംസ്ഥാന കമ്മിറ്റി അംഗം ആമ്പക്കാട് സുരേഷ്, മുൻ മണ്ഡലം പ്രസിഡന്റ് VK വിശ്വനാഥൻ, മറ്റ് നേതാക്കളായ ആദർശ് മഠത്തിൽ, ശങ്കരൻ ചെട്ടിയാർ, നാരായണൻ തിരുമേനി, ശശിപിള്ള, ഇരണ്ടക്കൽ തമ്പി, സരസൻ പോരിനില, ശ്രീജിത്ത് ഇറക്കുളങ്ങര, ഭാസുരൻ, കാർത്തികേയൻ, കുന്നിൽ മോഹനൻ, രാധാകൃഷ്ണൻ, ബാബു കൊല്ലശ്ശേരിൽ, വിജിത്ത് വിജയൻ, ജോൺ P. സാമുൽ, നാരായണപിള്ള, സദാനന്ദൻ, കണ്ണൻ ചിറകുളങ്ങര, കൃഷ്ണകുമാർ, വാസുദേവൻ നമ്പൂതിരി, വിഷ്ണു ബാലൻ, യശോധരൻ, രമണൻ എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. സർജൻ എത്തുന്നു. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ശസ്ത്രക്രിയ പ്രതിസന്ധിക്ക് പരിഹാരം. പുല്ലുകുളങ്ങരയിൽ വീട്ടിൽ മദ്യവിൽപ്പനയുടെ പരിശോധനയ്ക്കെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മർദ്ദനമേറ്റതായി പരാതി. ഉദ്യോഗസ്ഥർ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഓപ്പറേഷൻ തണ്ടറും ഓണം സ്പെഷ്യൽ ഡ്രൈവും. മാവേലിക്കര പുതിയകാവ് ഭാഗത്തു നിന്നും 24.115 ഗ്രാം ബ്രൗൺ ഷുഗറുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. സ്വാതന്ത്ര്യദിനം സ്കൂളുകളിൽ ഉൾപ്പെടെ വിപുലമായ ആഘോഷങ്ങൾ നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.